ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നോർവേയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായത്. അന്ന് ബ്രസീലിനെ കാർലോ ആഞ്ചലോട്ടി കളിപ്പിച്ച രീതിയിൽ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. മാത്രമല്ല, നെയ്മർ ജൂനിയറെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിൻ്റെ പേരിലും ആഞ്ചലോട്ടിക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ആ മത്സരത്തെക്കുറിച്ചും നെയ്മറെക്കുറിച്ചും ആഞ്ചലോട്ടി പുതിയ അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ തനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ടീമിന്റെ ഘടനയിൽ തന്നെ താൻ രണ്ടാം പകുതിയിൽ മാറ്റം വരുത്തി, അത് തിരിച്ചടിയായി മാറി എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ മത്സരത്തിൽ നെയ്മർ ജൂനിയറെ കൊണ്ടുവന്നത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നില്ല എന്നുകൂടി ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രണ്ടാം പകുതിയുടെ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ നമ്മൾ നന്നായി തന്നെയാണ് കളിച്ചത്. പക്ഷെ അതിനുശേഷം വരുത്തിയ ചില മിസ്റ്റേക്കുകളാണ് എല്ലാത്തിനും കാരണമായത്. അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ടീമിൻ്റെ ഘടന തന്നെ ഞാൻ അവിടെ മാറ്റി. അതോടുകൂടി മത്സരത്തിൻ്റെ കൺട്രോൾ നമുക്ക് നഷ്ടമായി. ഞാൻ നെയ്മറെ കൊണ്ടുവന്നത് ടീമിൻ്റെ കൺട്രോൾ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. മുന്നേറ്റ നിരയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാനും വിജയം നേടാനും വേണ്ടിയായിരുന്നു നെയ്മറെ കൊണ്ടുവന്നത്. ഇതാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഒരു ചോദ്യം അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും ചെയ്തു. ആ മത്സരത്തിൽ നെയ്മറെ കൊണ്ടുവന്നത് മിസ്റ്റേക്കായി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് ആഞ്ചലോട്ടി നൽകിയ മറുപടി ഇപ്രകാരമാണ്: ഇല്ല, ആ സമയത്ത് നെയ്മറെ കൊണ്ടുവന്നത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. ഞാൻ എൻട്രിക്കിനെ കൊണ്ടുവന്നത് ഒരു റൈറ്റ് വിങ്ങറായിക്കൊണ്ടാണ്. 70-ാമത്തെ മിനിറ്റിന് ശേഷം നെയ്മർക്ക് ഗോളവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും മുന്നേറ്റ നിരയിലേക്ക് ഞങ്ങൾക്ക് ആവശ്യമായ ഒരു ക്വാളിറ്റി ആഡ് ചെയ്യാൻ കഴിയുമെന്നും ഞാൻ കരുതി. നെയ്മർ വരേണ്ട സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം നല്ല ഷേപ്പിൽ തന്നെയായിരുന്നു. പക്ഷെ നെയ്മർ വന്ന സമയത്ത് ഞാൻ ടീമിൻ്റെ ഘടനയിൽ ചെറിയ ഒരു മാറ്റം വരുത്തി. അത് ഒരിക്കലും മാറ്റാൻ പാടില്ലായിരുന്നു. അവിടെയാണ് പിഴച്ചത്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ആ മത്സരത്തിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ആഞ്ചലോട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ടീമിൻ്റെ സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ താൻ വരുത്തി, അവിടെയാണ് പിഴച്ചത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഹാലൻഡിനെ ആ മത്സരത്തിൽ തടയുന്നതിൽ ബ്രസീൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 2 ഗോളുകളാണ് ബ്രസീലിന് പുറത്തേക്കുള്ള വഴി തെളിയിച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.